ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാ കുഞ്ഞുമക്കൾക്കും ലിറ്റിൽസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ യൂണിറ്റ് 2 ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ നോക്കാം. നമുക്ക് ഈ പാഠഭാഗത്തിൻ്റെ മുകളിലായിട്ട് കുറച്ച് പേരുടെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് ഇല്ലേ? എഴുതിയേക്കുന്നത് എന്താണെന്ന് നോക്കാം. ഹിയർ ആർ സം പീപ്പിൾ ഹൂ മെയ്ഡ് ഇറ്റ് ബിഗ് എഗെയിൻസ്റ്റ് ഓൾ ഓഡ്സ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോട്ടോയിൽ ഉള്ളവർക്ക് കുറച്ച് കുറവുകളൊക്കെ ഉള്ളവരാണ് അല്ലയോ? സാധാരണ ആളുകളെ പോലുള്ളവരല്ല, കുറച്ച് കുറവുകൾ ഒക്കെ ഉള്ളവരാണ്. പക്ഷേ അതിനെ മറികടന്ന് വലിയ ലോകത്തിന് മുന്നിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരാണ് അല്ലയോ? ആദ്യത്തെ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്നത് ആരാന്ന് നോക്കിയേ. കുറച്ച് പേർക്കെങ്കിലും ആ ഫോട്ടോയിലിരിക്കുന്ന ആളിനെ അറിയാമായിരിക്കും അല്ലേ? അപ്പം ആരാ? സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ആണ് അല്ലയോ? അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം അല്ലയോ? ബ്രിട്ടീഷ് ഫിസിസ്റ്റ് ആയിരുന്നു. അതേപോലെ കോസ്മോളജിസ്റ്റ് ആൻഡ് ഓതർ ആയിരുന്നു അല്ലയോ? ഇപ്പം ഭൗതിക ശാസ്ത്രത്തെയൊക്കെ പറ്റി പഠിക്കുന്ന ആളായിരുന്നു. അതേപോലെ കോസ്മോളജിസ്റ്റ് എന്ന് വെച്ചാൽ ഭൂമിയെ എങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഉള്ളതിനെ പറ്റി കണ്ടെത്തുന്ന ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. ഇപ്പോൾ ബ്ലാക്ക് ഹോളൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു തിയറി ആയിരുന്നു. അതിനെയൊക്കെ പറ്റി അദ്ദേഹം ഒരുപാട് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ കണ്ടെത്തുകയുണ്ടായിട്ടുണ്ട്. അതേപോലെ അദ്ദേഹം ഒരു ഓതറായിരുന്നു, ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും എല്ലാം ബുക്കുകളായിട്ട് എഴുതപ്പെട്ടിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഉള്ള ഒരു കുറവുണ്ടായിരുന്നു ഇല്ലയോ? അദ്ദേഹത്തിന് എന്തായിരുന്നു? 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ALS എന്ന് പറയുന്ന ഒരു രോഗം ബാധിച്ചായിരുന്നു. ഒരു പേശി ദുർബല രോഗമായിരുന്നു അത്. ഈ ALS എന്ന് വെച്ചാൽ അമ്യോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്നായിരുന്നു ആ പേരിൻ്റെ അസുഖത്തിൻ്റെ പേര്. കുറച്ച് കട്ടിയാണ്. അമ്യോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്നായിരുന്നു അസുഖത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിന് പതിയെ അദ്ദേഹത്തിന് പേശി ദുർബലത ഉണ്ടാവുകയും ശരീരം ചലിക്കാൻ പറ്റാത്ത അവസ്ഥയാവുകയും പതിയെ സംസാരശേഷി, കേൾവിശക്തി ഇതെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ അദ്ദേഹം കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയായിരുന്നു കേൾവിശക്തിയല്ല, സംസാരശേഷി നഷ്ടപ്പെടുകയും ചലനശേഷി നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. പിന്നെ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെയായിരുന്നു അദ്ദേഹം ആശയവിനിമയങ്ങളൊക്കെ നടത്തിയിരുന്നത്. പിന്നെ 2018 അദ്ദേഹം മരണപ്പെടുന്നത്. അപ്പോൾ അത്രയും കുറവുകൾ വെച്ച് ലോകത്തിൻ്റെ മുമ്പിൽ അദ്ദേഹം വലിയൊരു മുദ്ര പതിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകളിലൂടെയൊക്കെ അദ്ദേഹം വലിയ നേട്ടം കൈവരിച്ചു. പിന്നെ അടുത്തതാരാണ്? അരുണിമ സിൻഹ എന്ന് പറയുന്ന ഒരു വനിതയാണ് അല്ലേ? ദ ഫസ്റ്റ് ഫീമെയിൽ ആംബ്യൂട്ടി ടു ക്ലൈം മൗണ്ടൻ എവറസ്റ്റ് ഇല്ലയോ? അവർ ഒരു അംഗവൈകല്യമുള്ള ഒരു വനിതയായിരുന്നു ഇല്ലയോ? അവർ ആദ്യമായിട്ട് എവറസ്റ്റ് കീഴടക്കിയ വൈകല്യമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു, ഒരു വനിത കൂടിയായിരുന്നു. അരുണിമ സിൻഹ. അതേപോലെ രവീന്ദ്ര ജെയിൻ ഉണ്ട്. അദ്ദേഹത്തിനെയൊക്കെ കുറച്ച് പേർക്കെങ്കിലും അറിയാം അല്ലയോ? ഇന്ത്യൻ മ്യൂസിക് കമ്പോസറാണ്. അതേപോലെ ലിറിക്സ്റ്റ് ആൻഡ് പ്ലേബാക്ക് സിംഗറാണ്. സംഗീത സംവിധായകൻ, ഇന്ത്യയിലെ സംഗീത സംവിധായകനായിരുന്നു. അതേപോലെ ലിറിക്സൊക്കെ എഴുതുകയും പാട്ടൊക്കെ പാടുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് എന്തായിരുന്നു കുറവ്? കണ്ണ് കാണത്തില്ലായിരുന്നു അല്ലയോ? കണ്ണാടി വെച്ചിരിക്കുന്നത് കണ്ടോ? അപ്പം ഈ പാഠഭാഗവും എന്തൊക്കെയോ കുറവുകളുള്ള ഒരു വ്യക്തിയെ പറ്റി പഠിക്കുന്ന ഒരു പാഠഭാഗമാണ് അല്ലേ? ഇപ്പം ഇവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് എല്ലാവിധ കഴിവുകളും ദൈവം തന്നിട്ടും നമുക്ക് അത് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല അല്ലയോ? അവരെയൊക്കെ കണ്ടു നോക്കിക്കേ. ധാരാളം കുറവുകൾ വെച്ചുകൊണ്ട് തന്നെ ഈ ലോകത്തിന് മുമ്പിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരാണ് അല്ലയോ? അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. Now read an excerpt from chapter 1 of Helen Keller's autobiography. അപ്പോൾ ഹെലൻ കെല്ലർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഓട്ടോബയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമുക്കിവിടെ റീഡ് ചെയ്യാനുള്ളത്. അപ്പം ഓട്ടോബയോഗ്രഫി എന്ന് വെച്ചാൽ ഒരു വ്യക്തി അവരെ പറ്റി എഴുതുന്ന അവരുടെ ജീവചരിത്രത്തെയാണ് നമ്മൾ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്, എൻ്റെ ജീവിതത്തിൻ്റെ കഥ ഇല്ലേ? അവരുടെ ജീവിതത്തിൻ്റെ കഥയാണ് അവിടെ ഹെഡിങ്ങും അതുപോലെ തന്നെയാണ് കൊടുത്തേക്കുന്നത്, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന്. അപ്പോൾ നോക്കിയേ,
The beginning of my life was simple and much like every other little life. അപ്പോൾ നോക്കി, അവരുടെ ജീവിതത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരുടെയും ജീവിതത്തിലെ പോലെ തന്നെ വളരെ സിമ്പിളായിരുന്നു, വളരെ ലളിതവുമായിട്ടുള്ള ഒരു തുടക്കമൊക്കെ ആയിരുന്നു. I come, I saw, I conquered, as the first baby in the family always does. അപ്പം ആ ഫാമിലിയുടെ, അവരുടെ ഫാമിലിയിലെ തന്നെ ആദ്യത്തെ കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താണ്, അവൾ വന്നു, അവളെല്ലാവരെയും കണ്ടു, എല്ലാവരുടെയും മനസ്സ് അവൾ കീഴടക്കി. അപ്പോൾ ആദ്യത്തെ കുട്ടിയല്ലേ, അപ്പോൾ എല്ലാവർക്കും അവളെ എന്താണ് ഇഷ്ടമായി. There was the usual amount of discussion on a name for me. The first baby in the family was not to be lightly named. Everyone was emphatic about that. നോക്കി, ഇനിയിപ്പം ഏത് കുട്ടികളും, നമ്മുടെ വീട്ടിൽ ഏത് കുട്ടി ഉണ്ടായാലും ആ കുട്ടി ഒരു വയറ്റിലാവുന്നത് മുമ്പ് തൊട്ട് നമുക്ക് ചർച്ചയാണ്, ആ കുട്ടിക്ക് പേരിടുന്നതിൻ്റെ ചർച്ചയാണ്, ഇല്ലയോ? ഇവിടെ ഈ കുട്ടിയുടെയും പേരിൽ എന്താണ് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെ കുടുംബത്തിലെ ആദ്യത്തെ കുട്ടിയാണ്, അപ്പം നല്ല പേര് തന്നെ ഇടണമെന്ന് എല്ലാവരും അങ്ങനെ ദൃഢമായിട്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ചെറിയ പേരൊന്നും പറ്റത്തില്ല, നല്ല പേര് തന്നെ ഇടണമെന്ന് എല്ലാവരും പറയുകയാണ്. മൈ ഫാദർ സജസ്റ്റഡ് ദ നെയിം ഓഫ് മിൽഡ്രേഡ് ക്യാമ്പൽ. അപ്പോൾ അവിടെ ഫാദർ മിൽഡ്രേഡ് ക്യാമ്പൽ എന്ന ഒരു പേര് സജസ്റ്റ് ചെയ്യുകയുണ്ടായി. ഷീ വാസ് വൺ ഓഫ് അവർ ഹൈലി എസ്റ്റീംഡ് ആൻസിസ്റ്റർ. അത് അവരുടെ കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു, അവരുടെ ഫാമിലിയിലെ തന്നെ ഒരു പൂർവികയായിരുന്നു. ബട്ട് ഇൻ ദ എക്സൈറ്റ്മെൻറ്റ് ഓഫ് ക്യാരിയിങ് മീ ടു ചർച്ച് മൈ ഫാദർ ഫോർഗോട്ട് ദ നെയിം ഓൺ ദ വേ. അങ്ങനെ ആ കുട്ടിയെയും കൊണ്ട് എന്താണ് ചർച്ചിലേക്ക് പോകുന്ന വഴി, ആ പോകുന്നതിൻ്റെ ആ എക്സൈറ്റ്മെൻറ്റ് കൊണ്ട്, ആവേശം കൊണ്ട് എന്താണ് ഫാദർ തൻ്റെ കുട്ടിക്ക് ഇടാൻ ഓർത്ത് വെച്ചിരുന്ന എന്താണ് മിൽഡ്രേഡ് ക്യാമ്പൽ എന്ന ആ പേര് മറന്നു പോവുകയുണ്ടായി. വെൻ ദ ചർച്ച് മിനിസ്റ്റർ ആസ്ക്ഡ് ഹിം ഫോർ ഇറ്റ്. ചർച്ചിൽ ചെന്നപ്പോൾ ചർച്ച് മിനിസ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ പള്ളിയിലെ അച്ഛൻ എന്താണ് പേര് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പിന്നെ എന്ത് പറഞ്ഞു കൊടുത്തു? പേര് അദ്ദേഹം മറന്നുപോയി, ഇല്ലയോ? ഹി ഗേവ് ദ നെയിം ഹെലൻ ആഡം. അങ്ങനെ ഹെലൻ ആഡം എന്ന പേര് അദ്ദേഹം അവിടെ വെച്ച് ഈ കുട്ടിക്ക് ഇട്ടു. അപ്പോൾ ഇത്രയാണ് ഈ കഥയുടെ തുടക്കം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരെയും പോലെ, എല്ലാ വീട്ടിലെയും പോലെ തന്നെ ഒരു ചെറിയ വീട്ടിൽ ആ കുട്ടി ജനിച്ചു. വീട്ടിൽ തന്നെ ആദ്യത്തെ കുട്ടിയായതുകൊണ്ട് എന്താണ് എല്ലാവർക്കും പേരിടണം എന്നുള്ളതിൽ എന്താണ് നല്ല പേര് തന്നെ വേണം, നല്ല പേര് ചൂസ് ചെയ്യണം എന്നുള്ളതിൽ ഭയങ്കര തർക്കങ്ങളായിരുന്നു, അല്ലേ? അങ്ങനെ അവിടെ അച്ഛനൊരു പേര് സജസ്റ്റ് ചെയ്യും, പക്ഷേ പള്ളിയിലേക്ക് പോകുന്ന വഴിയിൽ ആ പേര് മറന്നുപോയി. പിന്നീട് എന്ത് ചെയ്തു? അദ്ദേഹം ഹെലൻ ആഡം എന്ന പേര് കുട്ടിക്കിട്ടു. ഐ ഷോഡ് മെനി സൈൻ ഓഫ് ആൻ ഈഗർ സെൽഫ് അസേർട്ടിങ് ഡിസ്പോസിഷൻ വെൻ ഐ വാസ് സ്റ്റിൽ എ ബേബി. അപ്പോൾ ആ കുട്ടി ബേബി ആയിരിക്കുമ്പോൾ തന്നെ എന്താണ് വളരെ ഉത്സാഹവും ആത്മധൈര്യവും ഒക്കെ എന്താണ് കാണിച്ചിരുന്നു. എന്താണ് വളരെ ഉത്സാഹവും ആത്മധൈര്യവും ഒക്കെയുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് കുഞ്ഞു പരുവത്തിലെ തന്നെ. I insisted upon imitating everything that I saw other people doing. അവളെന്താണ് മറ്റുള്ളവരെ പോലെ എല്ലാം ഇമിറ്റേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു എന്ന്. എന്ത് കണ്ടാലും അവൾ അത് ഇമിറ്റേറ്റ് ചെയ്യാൻ, ചില കുട്ടികളെ കണ്ടിട്ടുണ്ട്, ഇല്ലയോ? അവരെന്താണ് മറ്റുള്ളവരെന്ത് കാണിച്ചാലും അതേപോലെ തന്നെ കാണിക്കുന്ന കാണാം. അതുപോലെയായിരുന്നു, മിടുക്കിയൊരു കുട്ടിയായിരുന്നു. അറ്റ് 6 months I could pipe out how day. അവൾക്ക് 6 മാസമായപ്പോഴത്തേക്ക് പൈപ്പ് ഔട്ട് എന്ന് വെച്ചാൽ അവൾ ശബ്ദം പുറപ്പെടുവിപ്പിച്ചു. എങ്ങനെയാണ്? ഹൗ ഡേ. അപ്പോൾ കൊച്ചുകുട്ടിയല്ലേ, ഹൗ ഡേ എന്നൊക്കെയുള്ള ഇത് അവൾ ഒരു 6 മാസം ആയപ്പോഴേ സംസാരിക്കാൻ തുടങ്ങി. ഹൗ ഡേ എന്നൊക്കെ പറയുമായിരുന്നു എന്നാണ് പറയുന്നത്. വൺ ഡേ ഐ അട്രാക്ട് എവറി വൺസ് അറ്റൻഷൻ ബൈ സെയിങ് ടി 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 ക്വയറ്റ് പ്ലെയിൻലി. ഒരു ദിവസം അവളെല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ട് എന്താണ് ടി 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 എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പേ ഹൗ ഡേ എന്നൊക്കെ എന്താണ് അവൾ പറയുമെങ്കിലും വ്യക്തമായിട്ട് അവൾ പറഞ്ഞില്ലായിരുന്നു, ഇല്ലയോ? പക്ഷേ ഒരു ദിവസം എന്താണ് എല്ലാവരുടെയും
എന്താണ് ശ്രദ്ധയോടുകൂടി എന്താണ് അവൾ ടീ എന്നുള്ള വാക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഈവൻ ആഫ്റ്റർ മൈ ഇൽനെസ് ഐ റിമെമ്പേർഡ് വൺ ഓഫ് ദ വേർഡ് ഐ ഹാഡ് ലേൺഡ് ഇൻ ദീസ് ഏർലി മന്ത്. പക്ഷേ ആ കുട്ടിക്ക് എന്തായിരുന്നു, ഒരു അസുഖം ബാധിച്ചു. അപ്പം അസുഖം എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് കാഴ്ചയും കേൾവിയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പം നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിരുന്നു. അപ്പം ഈ അസുഖത്തിന് ശേഷവും ആ കുട്ടി എന്താണ് പഠിച്ച ഒരു വാക്ക് അവൾ ഓർക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ദ വേർഡ് വാട്ടർ. അത് വാട്ടർ എന്ന ആ വാക്കായിരുന്നു. I continued to make some sound for that word after all other speech was lost. അവളുടെ സ്പീച്ച് മുഴുവനായിട്ടും തീരുന്നതിന് മുമ്പ് തന്നെ അവൾ എന്താണ് വാട്ടർ എന്നുള്ള ആ വാക്ക് അവൾ പറയാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. I stopped making the sound wa only when I learned to spell the word. അവൾ ആ വേർഡ് പഠിച്ചതിന് ശേഷമാണ് വ എന്നുള്ള ആ സൗണ്ട് പുറപ്പെടുവിപ്പിക്കുന്നത് നിർത്തിയത്. അപ്പോൾ അവൾ നന്നായിട്ട് തന്നെ വാട്ടർ എന്ന് അവൾ പറയുമായിരുന്നു എന്നില്ലേ. അപ്പോൾ അവിടെ അസുഖത്തിന് ശേഷവും അവൾ ആ വാക്ക് അവൾ ഓർക്കുമായിരുന്നു എന്ന് വെച്ചാൽ അത്രയും നന്നായിട്ട് തന്നെ ആ വാക്ക് അവൾ പഠിച്ചിരുന്നു എന്ന്. അപ്പം എന്താണ് വാട്ടർ എന്ന് അവൾ നല്ലതായിട്ട് തന്നെ പഠിച്ചതിന് ശേഷമാണ് ആ വ എന്നുള്ള സൗണ്ട് അവൾ പറയുന്നത് നിർത്തിയതെന്ന്. അടുത്ത നോക്കിക്കേ. ദേ ടെൽ മീ ഐ വോക്ക്ഡ് ദ ഡേ ഐ വാസ് എ ഇയർ ഓൾഡ്. ഇനി അവർ പറഞ്ഞിരുന്നു അവൾ എന്താണ് ഒരു വയസ്സുള്ളപ്പോൾ നടന്ന കാര്യമൊക്കെ അവർ പറഞ്ഞിരുന്നു എന്ന്. മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ് ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹെർ ലാപ്പ്. I was suddenly attracted by the flickering shadows of leaves that dancing in the sunlight on the smooth floor. അപ്പം നോക്കിയേ, മൈ മദർ ഹാഡ് ജസ്റ്റ് ടേക്കൺ മീ ഔട്ട് ഓഫ് ദ ബാത്ത് ടബ്. അവളുടെ അമ്മ അവളെ കുളിപ്പിക്കാനായിട്ട് ബാത്ത് ടബിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നപ്പോൾ ആൻഡ് വാസ് ഹോൾഡിങ് മീ ഇൻ ഹെർ ലാപ്പ്. അമ്മ അവളെ മടിയിലേക്ക് ഹോൾഡ് ഇരുത്തിയപ്പോൾ ഐ വാസ് സഡൻലി അട്രാക്റ്റഡ്. എനിക്ക് പെട്ടെന്ന് ഞാൻ എന്തോ ഒന്ന് കണ്ട് അട്രാക്റ്റ് ചെയ്തു. എന്താ അത്? ബൈ ദ ഫ്ലിക്കറിങ് ഷാഡോ ഓഫ് ദ ലീവ്സ്. ലീവ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്ന് അനങ്ങുന്നതായിട്ട് ഡാൻസ് ചെയ്യുന്നതായിട്ട് അവൾക്ക് തോന്നുകയുണ്ടായി. അതിൻ്റെ നിഴൽ അവൾ കാണുകയുണ്ടായി. ദ സൺലൈറ്റ് ഓൺ ദ സ്മൂത്ത് ഫ്ലോർ. അതെവിടെയായിരുന്നു? സൂര്യപ്രകാശത്തിൽ ഇലകളുടെ നിഴൽ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് തിളങ്ങുന്നത് കൂട്ട് സ്മൂത്ത് ഫ്ലോറിൽ, ആ തറയിൽ, സ്മൂത്തായിട്ട് ഉള്ള ആ തറയിൽ അവൾ കണ്ട് അതിലേക്ക് അട്രാക്റ്റായി. ഐ സ്ലിപ്ഡ് ഫ്രം മൈ മദേഴ്സ് ലാപ്പ് ആൻഡ് ആൾമോസ്റ്റ് റാൻ ടുവേർഡ് ദം. അവൾ പെട്ടെന്ന് തന്നെ അവിടെ അമ്മയുടെ മടിയിൽ നിന്ന് ചാടി ഇറങ്ങി അവിടേക്ക് ഓടി. ആ കാഴ്ച കണ്ടതിലേക്ക്, ആ ഇലകൾ കിടന്ന് അനങ്ങുന്നത് കൂട്ട് അവൾ കണ്ട അവിടേക്ക് ഓടി. ബട്ട് ദ ഇമ്പൾസ് വാസ് ക്വിക്ക്ലി ഗോൺ. പക്ഷെ അവളുടെ ആ തോന്നൽ പെട്ടെന്ന് തന്നെ ഇല്ലാതായി. ഐ ഫെൽ ഡൗൺ ആൻഡ് ക്രൈ ഫോർ ഹെർ ടു ടേക്ക് മീ അപ്പ് ഇൻ ഹെർ ആം. അവൾ എന്നിട്ട് അവിടെ കിടന്ന് കരഞ്ഞു. എന്തിനു വേണ്ടിയാ? കുട്ടികളെല്ലാം അങ്ങനെ അല്ലയോ, പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ കണ്ട് ഓടി അവിടേക്ക് ചെന്നും മറിഞ്ഞു വീഴും, എന്നിട്ട് അവിടെ കിടന്ന് കരയും. എന്തിനു വേണ്ടിയാ? അമ്മ ചെന്ന് അവളെ എടുക്കുന്നതിന് വേണ്ടിയില്ലോ. അപ്പോൾ ഈ ഭാഗത്ത് എന്താണ് പറഞ്ഞേക്കുന്നത്? ആ കുട്ടി ചെറുപ്പത്തിലേ തന്നെ വളരെ ഉത്സാഹവതിയും ആത്മവിശ്വാസവും ഒക്കെയുള്ള നല്ലൊരു കുട്ടിയായിരുന്നു. അവൾ എല്ലാവരെയും ഇമിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അവിടെ മുമ്പിൽ കാണുന്നവരെയൊക്കെ അവൾ ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യുമായിരുന്നു. അവൾ 6 മാസമുള്ളപ്പോഴേ ഹൗ ഡേ എന്നൊക്കെ പറയുമായിരുന്നു. പിന്നീട് അവളൊരു ദിവസം നല്ല വ്യക്തമായിട്ട് ടി എന്നുള്ള വേർഡ് പറയുണ്ടായി. അത് അവളുടെ ഇൽനെസ്സിന് ശേഷവും അവിടെ അസുഖത്തിന് ശേഷവും അവൾ പഠിച്ച ഒരു വാക്ക് അവൾ ഓർത്തു വെച്ചിരുന്നു. ആ വാക്കാണ് വാട്ടർ എന്ന ഒരു വാക്ക് അവൾ ഓർക്കുന്നുണ്ടായിരുന്നു. അപ്പം അവൾ അപ്പോൾ ആ വാക്ക് അവൾ നന്നായിട്ട് പഠിക്കുന്നതിന് മുമ്പ് വരെ അവൾ വ എന്നുള്ള സൗണ്ട് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പം ഇത് നന്നായിട്ട് പഠിച്ചതിന് ശേഷം പിന്നെ അവൾ ആ സൗണ്ട് വെക്കുന്നത് നിർത്തി എന്നാണ് പറഞ്ഞത്. പിന്നീട് അവൾ നടക്കാൻ പഠിച്ച, അവൾ ആദ്യമായിട്ട് നടന്ന
കഥയൊക്കെ എന്താണ് അവളോട് അവിടെ അവർ പറഞ്ഞു അവരാകുമ്പോൾ അച്ഛനും അമ്മയായിരിക്കും അല്ലേ, അവർ പറഞ്ഞു അവൾ ആദ്യമായിട്ട് നടന്ന ആ കാര്യമൊക്കെ അവളോട് പറഞ്ഞു എന്ന്. ഒരു ദിവസം അവിടെ അമ്മ അവളെ കുളിപ്പിക്കാനായിട്ട് ബാത്ടബിനടുത്തേക്ക് കൊണ്ടുപോയപ്പോഴത്തേക്ക് അവളെ മടിയിൽ ഹോൾഡ് ചെയ്തിരിക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് ചാടി ഇറങ്ങി എന്താണ് ഒരു ഇലയുടെ അനക്കം ഒരു പോലെ തോന്നിയിടത്തേക്ക് അവൾ ഓടി ചെന്നപ്പോഴത്തേക്ക് എന്താണ് അത് പെട്ടെന്ന് ഇല്ലാതാവുകയും അവൾ അവിടെ വീണ് കിടന്ന് കരയുകയും ചെയ്തു. അമ്മ പോയി അവളെ കയ്യിലേക്ക് കോരിയെടുത്തു. കഥയൊക്കെ അവളോട് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന്. ദീസ് ഹാപ്പി ഡേയ്സ് ഡിഡ് നോട്ട് ലാസ്റ്റ് ലോങ്. ഇങ്ങനെയുള്ള സന്തോഷകരമായ ദിവസങ്ങൾ വളരെയധികം നീണ്ടു നിന്നില്ല. ജസ്റ്റ് 1 year, കൂടിപ്പോയാൽ 1 വർഷം. 1 brief spring when the robin and the mockingbird sang their melodious song. ഒരു സ്പ്രിംഗ് സീസണിൽ എന്താണ് റോബിനും എന്താണ് ബേർഡ്സും ഒക്കെ എന്താണ് മനോഹരമായ പാട്ട് പാടുന്ന ഒരു സ്പ്രിംഗ് സീസണിൽ എ സമ്മർ വിത്ത് ഇറ്റ്സ് ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ്. സമ്മറിലോ എന്താണ് ഫ്രൂട്ട്സുകളും എന്താണ് റോസാപ്പൂക്കളും ഒക്കെ വിരിയുന്ന ഒരു സമ്മറിൽ. ആൻറ്റോണിയം വിത്ത് ഇറ്റ്സ് ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെയ്ഡിങ് ലീവ്സ്. എന്താണ് ഗോൾഡൻ ഫ്രൂട്ട്സുകളും ലീവ്സുകളും ഒക്കെ പൊഴിയുന്ന ഒരു ശിശിരകാലത്തിൽ. അങ്ങനെ ഓരോ കാലഘട്ടവും കടന്ന് ഒരു വർഷത്തെ പീരീഡ് അവൾ പറയുകയാണ്. ഇറ്റ് ഹാപ്പൻ ഇൻ ഫെബ്രുവരി. അത് സംഭവിച്ചത് എന്നാണ് ഫെബ്രുവരിയിലായിരുന്നു. അപ്പോൾ എന്താണ് സ്പ്രിംഗ് സീസണും സമ്മർ സീസണും എന്താണ് ശിശിരകാലവും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഏത് സീസണിലാണ്? ഇറ്റ് ഹാപ്പൻ ഇൻ ഫെബ്രുവരി ഇൻ ദ മിഡിൽ ഓഫ് വിൻ്ററിലായിരുന്നു. അപ്പം ഐ വാസ് സ്ട്രക്ക് ബൈ ദ ഇൽനെസ് വിച്ച് ക്ലോസ്ഡ് ബോത്ത് മൈ ഐസ് ആൻഡ് ഇയർ ഫോർ എവർ. ഒരു ഫെബ്രുവരി മാസത്തെ മഞ്ഞുകാലത്തെ ഒരു ഫെബ്രുവരി മാസത്തിലായിരുന്നു എന്താണ് അവളുടെ കണ്ണുകളും കാതുകളും അടഞ്ഞുപോയി എന്ന് വെച്ചാൽ അവിടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാതെയായിന്ന്. ദ ഡോക്ടർ തോട്ട് ഐ വുഡ് നോട്ട് ലീവ് ബട്ട് ഏർലി വൺ മോർണിംഗ് ദ ഫീവർ ലെഫ്റ്റ് മീ. പക്ഷേ ഡോക്ടർ പോലും വിചാരിച്ച എന്താണ് അവൾ ജീവിക്കത്തില്ല, മരിച്ചു പോകുമെന്നാണ്. പക്ഷേ എന്താണ് ഒരു ദിവസം രാവിലെ അവിടെ ഫീവർ അവളെ വിട്ടുപോയി. എന്നുവെച്ചാൽ പനി മാറി. there was great rejoining in the family that morning. പക്ഷേ ആ ദിവസം രാവിലെ അവിടെ ഫാമിലിക്ക് ഭയങ്കര സന്തോഷം, വീണ്ടും ഒരു സന്തോഷം ഇങ്ങനെ വന്നു. എന്താ അവളുടെ അസുഖങ്ങളൊക്കെ മാറിയതുകൊണ്ട് വീട്ടിലുള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷമായിരുന്നു എന്ന്. ബട്ട് നോ വൺ നോട്ട് ഈവൻ ദ ഡോക്ടർ നോ ദാറ്റ് ഐ വുഡ് നെവർ സീ ഓർ ഹിയർ അഗെയിൻ. പക്ഷേ അവർക്കാർക്കും, കുടുംബത്തിലുള്ളവർക്കോ ഡോക്ടർക്കോ പോലും അറിഞ്ഞിരുന്നില്ല അവൾക്ക് പിന്നീട് എന്താണ് കേൾക്കാനോ കാണാനോ സാധിക്കത്തില്ലെന്നുള്ളത്. ഐ ഫാൻസി ഐ സ്റ്റിൽ ഹാവ് കൺഫ്യൂസ്ഡ് മെമ്മറീസ് ഓഫ് ദാറ്റ് ഇൽനെസ്. അവൾക്ക് എന്താണ് ആ അസുഖം പെട്ടെന്ന് ബാധിച്ചപ്പോഴത്തേക്ക് എന്താണ് അവൾക്ക് അവിടെ ആ അസുഖത്തെ പറ്റി ഭയങ്കര എന്താണ് കൺഫ്യൂഷനായിരുന്നു. എന്താണ് എന്നുള്ളത് അവൾക്ക് അപ്പോഴും എന്താണ് മനസ്സിലാകുന്നില്ലായിരുന്നു. പെട്ടെന്ന് സംഭവിക്കുന്നത് സഡൻലി ആയിട്ട് സംഭവിച്ചല്ലേ, അപ്പോൾ അവൾക്ക് അതിനെപ്പറ്റി എന്താണ് ഭയങ്കര ആശങ്കകളും പേടിയും ഒക്കെ പോലെയായിരുന്നു. I especially remember the tenderness with which my mother tried to soothe me in my walking hours. അപ്പം പെട്ടെന്ന് ഒരു കുട്ടിക്ക് കാഴ്ചയും കേൾവിയും നഷ്ടപ്പെടുമ്പോൾ അവൾ വളരെ എന്താണ് എന്ത് പറ്റി, ഏത് ഒരു ലോകത്തെത്തിപ്പെട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിരിക്കും ഇല്ലേ. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു അവളിവിടെ. അപ്പോൾ ആ സമയത്ത് അവൾക്ക് ഓർമ്മയുണ്ടെന്ന് അവളുടെ അമ്മയുടെ ആർദ്രതയും അലിവും ഒക്കെ അവളെ എന്താണ് അവൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽക്കുമ്പോൾ അവൾ പെട്ടെന്ന് അവർ വന്ന് തടവി സമാധാനപ്പെടുത്തുന്നതൊക്കെ അവൾക്ക് ഓർമ്മയുണ്ടെന്ന്. ഐ ആൾസോ റിമെമ്പർ ദ പെയിൻ ആൻഡ് കൺഫ്യൂഷൻ വിത്ത് വിച്ച് ഐ വോക്ക് അപ്പ് ആഫ്റ്റർ എ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ്. അവൾക്ക് എന്താണ് അവിടെ ഡിസ്റ്റർബായിട്ടുള്ള സ്ലീപ്പിൽ അവൾ ഓർമ്മയുണ്ടായിരുന്നു എന്ന്. അവിടെ ആ വേദനയും കൺഫ്യൂഷനും ഒക്കെ അവൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഓർമ്മ വരുമായിരുന്നു എന്ന്.
I turned my eyes away from the once loved light. അവൾ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ആ പ്രകാശത്തിൽ നിന്ന് അവൾ അവളുടെ കണ്ണുകളെ മാറ്റി. But except for these fleeting memories, it all seems very unreal, like a nightmare. അവൾ പിന്നീട് പതിയെ പതിയെ എന്താണ് അവിടെ ആ ഒരു കുറവിലേക്ക് തന്നെ അവൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുകയും എന്താണ് ആ ഒരു പേടി സ്വപ്നം പോലെ, നൈറ്റ്മിയർ ഒരു പേടി സ്വപ്നം പോലെ അവൾ അതിനെയെല്ലാം എന്താണ് ഉൾക്കൊള്ളാൻ തുടങ്ങി. ഗ്രാജുവലി ഐ ഗോട്ട് യൂസ്ഡ് ടു ദ സൈലൻസ് ആൻഡ് ഡാർക്ക്നെസ് ദാറ്റ് സറൗണ്ടഡ് മീ. എൻ്റെ ചുറ്റും സൈലൻസും ഡാർക്ക്നെസ്സും കൊണ്ട് നിറഞ്ഞു. ഐ ഫോർഗോട്ട് കംപ്ലീറ്റ്ലി ദാറ്റ് ഇറ്റ് ഹാഡ് ഓൾ ബീൻ വെരി ഡിഫറെൻറ്റ്. അതെന്താണ് മറ്റുള്ളതിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. എന്നുവെച്ചാൽ സാധാരണ ജീവിതത്തിലേലി എന്താണ് അവളുടെ ചുറ്റുപാടും നിറഞ്ഞ ഡാർക്ക്നെസ്സും സൈലൻസും ഒക്കെ എന്താണ് വളരെ വ്യത്യസ്തമായിരുന്നു. പിന്നെന്താണ് ഇറ്റ് വാസ് മൈ ടീച്ചർ ഹൂ ചേഞ്ച്ഡ് എവറിത്തിങ് ആൻഡ് സെറ്റ് മൈ സ്പിരിറ്റ് ഫ്രീ. അവളുടെ ടീച്ചറായിരുന്നു ഈ ചേഞ്ചിങ്ങിനെ എല്ലാം അവളെ എന്താണ് ഹെൽപ്പ് ചെയ്തത്, അവളുടെ മൈൻഡിനെ വീണ്ടും ഉണർത്തിക്കൊണ്ടുവന്നതുമൊക്കെ. ബട്ട് ദ ഫസ്റ്റ് 19 months ഓഫ് മൈ ലൈഫ് ഹാഡ് ബീൻ ഡിഫറെൻറ്റ്. അവളുടെ ആദ്യത്തെ 19 മാസം എന്താണ് വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. അവൾക്ക് അസുഖം ബാധിച്ച ആദ്യത്തെ 19 മാസം അവളുടെ ടീച്ചർ അവളുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് വരെ അവൾ ഭയങ്കര ഡിഫിക്കൽട്ടിയൊക്കെ നേരിട്ടു. ഐ ഹാഡ് കോട്ട് ക്ലൈംബേഴ്സ് ഓഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ്, എ illuminous sky and a tree and flowers. The darkness that followed could not wholly blot them out. അപ്പോൾ അവളുടെ കാഴ്ചയുള്ള സമയത്ത് അവൾ ധാരാളം കാഴ്ചകൾ, മനോഹരമായ എന്താണ് പാടങ്ങൾ, ഫീൽഡുകൾ, പച്ചപ്പാടങ്ങൾ, അതേപോലെ ഇല്ലൂമിനിയസ് സ്കൈ, തിളങ്ങുന്ന ആകാശവും അങ്ങനെ പല ഫ്ലവേഴ്സ്, ട്രീസ് ഇവയൊക്കെ അവൾ കാണുകയുണ്ടായല്ലോ. പച്ചപ്പാടങ്ങളും തിളങ്ങുന്ന ആകാശവും മരങ്ങളും ഒക്കെ അവൾ കണ്ടു. ഈ കാഴ്ചകളെല്ലാം തന്നെ എന്താണ് അവൾ ദൃഢമായി പറയുന്നു. അവളുടെ എന്താണ് അവൾക്കുണ്ടായ ആ അസുഖത്തെ, ആ കാഴ്ചകൾ മുഴുവനായിട്ടും മായ്ച്ചു കളയാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാൾ എന്താണ് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഒരു കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട ഒരു കുട്ടിയായിട്ട് പോലും അവളെക്കൊണ്ട് അത്രയും ആത്മധൈര്യത്തോടു കൂടി ഒരു ഓട്ടോബയോഗ്രഫി പോലും എഴുതാൻ സാധിച്ചെങ്കിൽ അവൾ അത്രയും മിടുക്കിയായിട്ടായിരിക്കും. അവിടെ ആ ഇൽനെസ്സിനെ മറികടക്കാൻ അവിടെ ടീച്ചർ അവളെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ഈ പാഠഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.